ഒരുപാട് കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ IQOO Z3 അതുപോലെ തന്നെ Nord CE തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. രണ്ടിൻ്റെയും പ്രൈസ് സിമിലർ ആണ്. ശരിയാണ്, OnePlus Nord CE എന്ന് പറയുന്നത് കുറച്ച് പ്രൈസ്ഡ് ആണ്, പക്ഷേ അത് നമ്മുടെ ഓക്സിജൻ OS വരുന്ന കാരണമാണ് അങ്ങനെ. IQOO Z3 നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് സ്നാപ്ഡ്രാഗൺ 768G വരുന്നുണ്ട്. അതേസമയം നോഡിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പെക്സ് എല്ലാം ട്രിം ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏത് ഫോണാണ് നല്ലത്, ഏത് ഫോണാണ് നമുക്ക് വാങ്ങിക്കേണ്ടത് എന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോൻ്റെ അവസാനം വരെ കാണാം. അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് സുമി, ബിഹൈൻഡ് ദ ക്യാമറ നമുക്ക് കാർത്തിക്കാണുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും പ്രൈസിംഗ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. IQOO Z3 നമുക്ക് 6GB 128GB വെർഷൻ 19,990 8GB 128GB വെർഷൻ 20,990 8GB 256GB വെർഷൻ 22,990 ആണ് വരുന്നത്. അതേസമയം നമ്മുടെ OnePlus Nord CEൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6GB 128GB വെർഷന് 22,999 8GB 128GB വെർഷന് 24,999 12GB 256GB വെർഷന് 27,999 ആണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6GB 128GB വെർഷൻ അവൈലബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ എന്നാലും ഒരു കമ്പാരിസൺ സേക്കിന് നമ്മൾ 6GB 128GB വെർഷൻസ് ആണ് രണ്ട് ഫോണിനെയും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് ഫോണിൻ്റെയും സിമിലാരിറ്റീസ് നോക്കാം. അതെ, കാണുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിലും രണ്ട് ഫോണിലും ഒരുപാട് കാര്യങ്ങൾ സിമിലർ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ബിൽഡ് ക്വാളിറ്റി നോക്കാം. രണ്ട് ഫോണിലും നമുക്ക് പ്ലാസ്റ്റിക് ബാക്കും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമും ആണ് വരുന്നത്. അതേപോലെ തന്നെ രണ്ട് ഫോൺസിലും ഫിംഗർ പ്രിൻറ്റ്സ് നല്ലോണം പതിയുന്നുണ്ട്. രണ്ട് ഫോണിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്. നോർഡാണ് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് വരുന്നത്, 170 grams ആണ്. IQOO Z3ൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 185 grams വരുന്നുണ്ട്. IQOO Z3 കുറച്ചുകൂടെ വൈഡാണ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ തിക്കറാണ് നോഡിനെക്കാളും. അതുകൊണ്ട് തന്നെ നോഡാണ് നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. IQOO Z3ലും നോഡിലും ബോട്ടമിൽ നമുക്ക് സിംഗിൾ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 3.5mm ജാക്കും വരുന്നുണ്ട്. ലൗഡ് സ്പീക്കർ നമുക്ക് നോഡിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്, പക്ഷെ അത്ര വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ IQOO Z3 നമുക്ക് ഹൈബ്രിഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് രണ്ട് സിം യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിമ്മും ഒരു SD കാർഡ് യൂസ് ചെയ്യാം. നമ്മളപ്പോൾ SD കാർഡൊക്കെ യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു മാസീവ് ഡൗൺഗ്രേഡ് നമുക്ക് OnePlus Nord CEയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഇല്ല. പക്ഷേ IQOO Z3 അറ്റ്ലീസ്റ്റ് നമുക്ക് പാണ്ട ഗ്ലാസ് എങ്കിലും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി IQOO Z3ൻ്റെ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പഴയ ആ തിക്ക് ബെസൽസ് അതുപോലെ തന്നെ ക്യാമറയ്ക്ക് ഒരു നോച്ചൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈ ആയിട്ടാണ് വരുന്നത്. OnePlus Nord നമുക്ക് കുറച്ചുകൂടെ തിന്നറും അതുപോലെ തന്നെ ലൈറ്ററും ആണ്. IQOO Z3ൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. അടുത്തത് നമുക്ക് ബാറ്ററീൻ്റെ കേസ് നോക്കാം. രണ്ടിൽ നമുക്ക് സിമിലർ ആയിട്ടുള്ള ബാറ്ററിയാണ് വരുന്നത്. IQOO നമുക്ക് 4400 mAhൻ്റെ ബാറ്ററിയും OnePlus Nordൽ നമുക്ക് 4500 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. രണ്ടിലും നമുക്ക് സെയിം ടൈം തന്നെയാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ ചാർജിങ് സ്പീഡും എല്ലാം സിമിലർ ആയിട്ടാണ് വരുന്നത്. IQOOൽ നമുക്ക് 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. OnePlusൽ നമുക്ക് 30 വാട്ടിൻ്റെ വാർപ്പ് ചാർജറാണ് വരുന്നത്. IQOOൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ്സിൽ 50%, 50 മിനിറ്റ്സിൽ 100% ചാർജ് ആവുന്നുണ്ട്. OnePlusൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ്സിൽ 50%, 55 മിനിറ്റ്സിൽ 100% ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെർഫോമൻസിൻ്റെ കേസ് നോക്കാം. IQOO Z3ൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 768G ആണ് വരുന്നത്. അത് നമ്മുടെ നോഡിലുള്ള 750Gനെക്കാളും 15% ഫാസ്റ്ററാണ്. സ്റ്റോറേജിൻ്റെ കേസ് നമുക്ക് UFS 2.2 തന്നെയാണ് ഫാസ്റ്ററായിട്ട് വരുന്നത്. IQOO Z3ൽ നമുക്ക് UFS 2.2ഉം നോഡിൽ നമുക്ക് UFS 2.1ഉം ആണ് വരുന്നത്. നമ്മൾ IQOO Z3ൽ വെർച്വൽ റാം എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്ന് ഒരു പോർഷൻ നമ്മുടെ റാമിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ IQOO Z3 നമുക്ക് കോപ്പർ കൂളിംഗ് സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ട്. ഗെയിമിങ്ങിൻ്റെ സമയത്തൊക്കെ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. പെർഫോമൻസും ഗെയിമിങ്ങും നമ്മൾ നോക്കുന്ന സമയത്ത് IQOO Z3 ആണ് നമ്മുടെ നോഡിനെക്കാളും സുപ്പീരിയർ ആയിട്ട് വരുന്നത്. നോഡ് ഗെയിമേഴ്സിന് പറ്റിയൊരു ഫോണല്ല. IQOO Z3 നമ്മൾ ഗെയിമിങ്ങിന് ഗുഡാണ്. പക്ഷേ നിങ്ങൾ സ്പെസിഫിക്കലി ഒരു ഗെയിമിംഗ് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പോക്കോ X3 പ്രോനെ ബീറ്റ് ചെയ്യാൻ വേറെ ഒരു ഫോണും ഇല്ല. അപ്പോൾ അടുത്തത് നമ്മുടെ പ്രൈസാണ് വരുന്നത്. ബേസ് വെർഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IQOO Z3 3000 rupees ചീപ്പർ ആയിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മുടെ OnePlus Nord CEയിൽ 6GB 128GB വെർഷൻ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 8GB 128GB വെർഷൻ ആണെന്നുണ്ടെങ്കിൽ
IQOO Z3യും നോർഡും തമ്മിൽ നമുക്കൊരു 5,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 20,000 തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഫോൺ എന്ന് പറയുന്നത് IQOO Z3 ആണ്. അപ്പോൾ ഇനി നമുക്ക് OnePlus Nord CEയിൽ എന്താ ബെറ്റർ ആയിട്ട് വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഡിസ്പ്ലേ. അതെ, AMOLED ആണ്. അതേപോലെ തന്നെ OnePlus ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. കളർ, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് എല്ലാം തന്നെ നമ്മുടെ IQOO Z3ൻ്റെ ഡിസ്പ്ലേനെ അങ്ങ് പൊളിച്ചടുക്കി. അതെ, IQOOയിൽ നമുക്ക് 120 Hz വരുന്നുണ്ട്, പക്ഷേ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് അതേസമയം OnePlus Nordൽ വരുന്നത് AMOLED 90 Hz ആണ്. അത് നമ്മുടെ IQOOൻ്റെ അത്രയും തന്നെ സ്മൂത്ത് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ IQOOയിൽ വേറൊരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂയിങ് ആംഗിൾസ് ആണ്. അതായത് നമ്മൾ ഫോൺ ഒന്ന് ചെറുതായിട്ട് ടിൽറ്റ് ചെയ്താൽ പോലും നമുക്ക് കളറിലുള്ള വേരിയേഷൻസ് കാണാൻ പറ്റും. അടുത്ത നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കേസ് നോക്കാം. നമുക്ക് ആ 3K അല്ലെങ്കിൽ 5Kൻ്റെ ഡിഫറൻസ് നമുക്ക് വരുന്നത് നമ്മുടെ OnePlusലുള്ള Oxygen OSനുള്ള ചാർജാണ്. നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ലൈക്ക് 25Kൻ്റെ അണ്ടറിൽ ഒരു ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫോൺ എന്ന് പറയുന്നത് OnePlus Nord CE തന്നെയാണ്. IQOO Z3ൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഫൺ ടച്ച് OS ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അത് പോളിഷ്ഡ് ആയിട്ടുള്ളൊരു വെർഷനല്ല, ഒരുപാട് ബഗ്സ് ഉണ്ട് അതിൽ. അതുപോലെ തന്നെ ചില സമയത്ത് ലാഗ്സും വരുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ IQOOയിൽ ചില ബഗ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ OnePlus Nord CEൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ക്യാമറയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിലും സിമിലർ ആയിട്ടുള്ള ക്യാമറ ക്വാളിറ്റിയാണ് വരുന്നത്. അതേപോലെ തന്നെ സിമിലർ സെറ്റപ്പ് ആണ് വരുന്നത്. നമ്മൾ IQOO Z3യിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും OnePlus Nord CEയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ, അതുപോലെ തന്നെ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. IQOO Z3യിൽ നമുക്ക് 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറ വരുന്നുണ്ട്. അതേസമയം OnePlus Nord CEയിൽ നമുക്ക് 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ക്യാമറയാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മളിനി ഡേ ലൈറ്റിലുള്ള മെയിൻ ക്യാമറ സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും നമുക്ക് സിമിലർ ആയിട്ടുള്ള സാമ്പിൾസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ IQOO Z3യിൽ കുറച്ചുകൂടെ വാമർ ആയിട്ടുള്ള ഒരു ഇമേജാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടെ നല്ല ഇമേജസ് നമ്മുടെ IQOO Z3യിലാണ്. പക്ഷേ നോർഡിൽ നമുക്ക് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട്. അൾട്രാവൈഡിൻ്റെ ഇമേജസ് എന്ന് പറയുന്നത് രണ്ടിലും ഐഡൻറ്റിക്കൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും പ്രോസസ്സ് ചെയ്യാത്ത സെയിം സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫീസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IQOOയിലാണ് നമുക്ക് കുറച്ചുകൂടി നല്ല സെൽഫീസ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു പ്ലീസിംഗ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് IQOOയിലാണ് കിട്ടുന്നത്. പോർട്രേറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും നമുക്ക് സബ്ജക്ട് സെപ്പറേഷൻ രണ്ടിലും നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നൈറ്റ് മോഡിലുള്ള മെയിൻ ക്യാമറ സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IQOOയിലാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബ്രൈറ്റ്നസും നോർഡിനേക്കാളും ഉള്ളത്. അതേസമയം നമ്മൾ നൈറ്റ് മോഡ് എനേബിൾ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർഡിലാണ് കുറച്ചുകൂടി നല്ല ഫോട്ടോസ് വന്നിട്ടുള്ളത്. ഇനി വീഡിയോൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4K 60 FPS വീഡിയോ നോർഡിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതേസമയം നമുക്ക് IQOOയിൽ 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4K 60 FPS വീഡിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിലും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഏത് ഫോൺസിൻ്റെയും ക്യാമറ നമുക്ക് ഇത്രയും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ടിലുള്ള ഡിഫറൻസ് എല്ലാം കൂടെ ഒന്ന് ഒത്തു നോക്കാം. നമുക്ക് OnePlus Nord CEയിൽ നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് വളരെ നല്ലതാണ്. അതേസമയം IQOOയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചീപ്പാണ്. നിങ്ങൾക്ക് ഒരു 3K to 5K സേവ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു നല്ല പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IQOO Z3 എന്തായാലും എടുക്കാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് Oxygen OS ആണ് വേണ്ടത്, അതല്ല അതേപോലെ തന്നെ നല്ലൊരു ഡിസ്പ്ലേ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 25Kൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഫോണാണ് OnePlus Nord CE എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ കമ്പാരിസൺ ഇത്രയും സിമിലർ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.